അടിമാലിയിലെ ആദ്യ ഫുട്ബോൾ ക്ലബ്ബായ ബാസിന്റെ നേതൃത്വത്തിൽ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സെവൻസ് ഫുട്ബോൾ മേള 2026 തുടക്കമായി. കേരളത്തിലെ മികച്ച വ്യവസായി അവാർഡ് ജേതാവ് വല്ലനാട്ട് ട്രേഡേഴ്സ് ഉടമ അരുൺ വല്ലനാട്ട് കിക്ക് ഓഫ് ചെയ്ത് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാലം കൊണ്ട് ഇടതരവില്ലാതെ ഇടിച്ചു കയറി ഷോട്ടുകൾ വായിക്കുവാൻ അവന്റെ പേര് അസ്ലം ഉമർ. ഈ മത്സരം നിങ്ങൾ കാണാതെ പോകരുത്, കാരണം നടക്കാൻ പോകുന്നത് 1980കളിൽ അടിമാലിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ രൂപം കൊടുത്ത ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ബാസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അടിമാലിയിലെ ആദ്യ ഫുട്ബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ മേള 2026 അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് കേരളത്തിലെ മികച്ച യുവ വ്യവസായി അവാർഡ് നേടിയ വല്ലനാട്ട് ട്രേഡേഴ്സ് ഉടമ അരുൺ വല്ലനാട്ട് കിക്ക് ഓഫ് ചെയ്ത് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വീണ്ടും ഒരു സെവൻ ഫുട്ബോൾ മേള നടത്തപ്പെടുകയാണ്. മുന്നോട്ട് പോവുകയും കോവിഡ് മഹാമാരി അതുപോലെ മഴക്കെടുതി അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലല്ലാതെ ബാക്കി എല്ലാ വർഷങ്ങളിലും ഈ ഫുട്ബോൾ ടൂർണമെന്റ് മുന്നോട്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയി ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയും നമ്മുടെ ഈ ചെറുപ്പക്കാർ പിള്ളേർ ലോകോത്തര ഫുട്ബോൾ മത്സരങ്ങളിലോട്ട് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ഇവിടെ എത്തിയിരിക്കുന്ന കോച്ചുകൾ എനിക്ക് ഏറ്റവും ബഹുമാനപ്പെട്ടതും വേണ്ടപ്പെട്ടതുമായ സ്മൃതി ചേട്ടൻ, മനോജ് ചേട്ടൻ, പേരെടുത്ത് എല്ലാവരെയും പറയാം, ഒത്തിരി ആളുകളുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഇത് എന്നെ ഇങ്ങോട്ട് ഈ ഉദ്ഘാടനം ഒന്നാം സമ്മാനമായി എവർ റോളിംഗ് ട്രോഫിയും 15,001 രൂപയും, രണ്ടാം സമ്മാനമായി 7,501 രൂപയും വിജയികൾക്ക് ലഭിക്കും. ബാസ് ഭാരവാഹികളായ ചെയർമാൻ മനോജ് കുമാർ ബി, ജനറൽ കൺവീനർ ജസ്റ്റിൻ കുളങ്ങര, ടൂർണമെന്റ് കോർഡിനേറ്റർ നിസാർ പി എ, മറ്റു ഭാരവാഹികളായ ഷാജു, വിനോയ് കെ വി, അഷ്റഫ് എം ജെ, ആസാദ് കെ, കൃഷ്ണമൂർത്തി, ജബ്ബാർ കെ എം, ശരത് അടിമാലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.